അഗജാനന പത്മാർക്കം ഗജാനനമഹർനിശം അനേകദം തം ഭക്താനാം ഏകദന്തമുപാസ്മഹേ. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി. വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാനിധേ. പ്രസീദ മൽഗുരോ നാഥ ജനകായ നമോ നമഃ. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാംബുധേ. പ്രസീദ മൽപ്രിയേ നാഥേ മാതൃരൂപേ നമോസ്തുതേ. അന്യഥാ ശരണം നാസ്തി ത്വമേവ ശരണം മമ. തസ്മാൽ കാരുണ്യഭാവേന രക്ഷ രക്ഷ ജനാർദ്ദന. സൃഷ്ട്വാഖിലം ജഗദിദം സദസത്സ്വരൂപം ശക്തിയാ സ്വയാ ത്രിഗുണയാ പരിപാതി വിശ്വം. സംഹൃത്യ കൽപ്പസമയേ രമതേ തഥൈകാ. താം സർവജനനീം മനസാ സ്മരാമി. മാതർമേ മധുകൈടഭോഗ്രമഹിഷ പ്രാണാപഹാരോദ്യത്തെ. ഹേലാനിർമ്മിത ധൂമ്രലോചനവധേ. ഹേ ചണ്ഡമുണ്ഡാർദിനി. നിശേഷീകൃതരക്തബീജദനുജേ നിത്യേ നിസുംഭാപഹേ. സുംഭധ്വംസിനി സംഹരാശു ദുരിതം. ദുർഗേ നമസ്തേംബികേ. അനന്യത്രാണൈകപ്രവണഹൃദയേ ദേവി ദിശ മേ ധനം ധാന്യം സൗഖ്യം ഹരിചരണഭക്തിം ച വിനയം. അസൂയാമാത്സര്യാദ്യനുപമമനോരോഗശമനപ്രവീണാം വാണീം സൽപ്രകരപരമാഹ്ലാദജനനീം ശ്രീ ജഗദംബികായൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം ശ്രീ മഹാദേവ്യൈ നമഃ.
അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ, അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ, അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ. കാരുണ്യമെന്നിൽ നിറയാൻ, കൽമഷങ്ങൾ ഒഴിയാൻ, കാരുണ്യമെന്നിൽ നിറയാൻ, കൽമഷങ്ങൾ ഒഴിയാൻ, കാവ്യഭംഗിയുണരാൻ തവ കാലിലൊന്നു തൊടുവാൻ, കാവ്യഭംഗി ഉണരാൻ തവ കാലിലൊന്നു തൊടുവാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. മാതൃസ്വരൂപിണി വരണേ മമ മാനസത്തിൽ നിറയാൻ, മാതൃസ്വരൂപിണി വരണേ മമ മാനസത്തിൽ നിറയാൻ, മാല ചാർത്തി അണയൂ മമ മാലകന്നു കഴിയാൻ, മാല ചാർത്തി അണയൂ അമ്മേ മാലകന്നു കഴിയാൻ, മമ മാലകന്നു കഴിയാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. മർത്യജന്മമനിശം തവ കീർത്തനങ്ങൾ പാടാൻ, മർത്യജന്മമനിശം തവ കീർത്തനങ്ങൾ പാടാൻ, ആർത്തി തീർത്തു തരണേ ശുഭവാർത്തയെന്നിൽ കനിയാൻ, ആർത്തി തീർത്തു തരണേ ശുഭവാർത്തയായി കനിയാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. ദേവി തൻ്റെ ചരിതം അതിസുന്ദരം വേദസാരം, ദേവി തൻ്റെ ചരിതം അതിസുന്ദരം വേദസാരം, വ്യാസദേവരചിതം ഇതു വ്യസനജാല നാശം, വ്യാസദേവചരിതം ഇതു വ്യസനജാല നാശം, വ്യസനജാല നാശം, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ.
ജഗജ്ജനനീ നിന്റെ കഥകൾ ജപമന്ത്രമാക്കിന വ്യാസൻ. ജഗജ്ജനനീ നിന്റെ കഥകൾ ജപമന്ത്രമാക്കിന വ്യാസൻ. ജനമേ ജയനായി നൽകി ജന്മപുണ്യം അമ്മയെന്നും. ജന്മപുണ്യം അമ്മയെന്നും. അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. ദേവി ഭാഗവതത്തെ ഞങ്ങൾ ദേവി നിന്നുടെ കാൽക്കൽ. ദേവി ഭാഗവതത്തെ ഞങ്ങൾ ദേവി നിന്നുടെ കാൽക്കൽ. അക്ഷരമലരുകളാക്കി വയ്ക്കാം അക്ഷയ പുണ്യം തരേണേ. അക്ഷരമലരുകളാക്കി വയ്ക്കാം അക്ഷയ പുണ്യം തരേണേ. അമ്മേ അക്ഷര പുണ്യം തരേണേ. അച്യുത പുണ്യം തരേണേ. അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ. അമ്മയെ അറിയാൻ. അമ്മയെ അറിയാൻ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മീ നാരായണ, ഭദ്രേ നാരായണ. ശ്രീമദ്ദേവി ഭാഗവതം പ്രഥമസ്കന്ധം 9-ാമത്തെ അധ്യായത്തിൽ 58-ാമത്തെ ശ്ലോകം മുതലാണ് നമ്മൾ ഇന്ന് പാരായണം ചെയ്യുന്നത്, ഭാഷാഗാനമായി പാടുന്നത്, പ്രഭാഷണ രൂപത്തിൽ അനുസ്മരിക്കുന്നത്. 59-ാമത്തെ ശ്ലോകം മുതൽ 72-ാമത്തെ ശ്ലോകം വരെ. സൂത ഉവാച വീക്ഷ്യ വിഷ്ണുർജഘാനാശു മുഷ്ടിനാത്ഭുതകർമ്മണ താവപ്യതിബലോന്മത്തൗ ജഘ്നതുർമുഷ്ടിനാ ഹരിം. ഏവം പരസ്പരം ജാതം യുദ്ധം പരമദാരുണം യുധ്യമാനൗ മഹാവീര്യൗ ദൃഷ്ട്വാ നാരായണസ്തദാ അപശ്യത് സമ്മുഖം ദേവ്യാ കൃത്വാ ദീനാം ദൃശം ഹരി. തം വീക്ഷ്യ താദൃശം വിഷ്ണും കരുണാരസസംയുതം ജഹാസാതീവ താമ്രാക്ഷി വീക്ഷമാണാ തദാസുരൗ. തൗ ജഘാന കടാക്ഷൈശ്ച കാമബാണൈരിവാപരൈ മന്ദസ്മിതയുതൈ കാമം പ്രേമഭാവയുതൈരനു. ദൃഷ്ട്വാ മുമുഹതു പാപൗ ദേവ്യാ വക്ത്രം വിലോകയൻ. വിശേഷമിതി മന്വാനൗ കാമബാണാതിപീഡിതൗ വീക്ഷമാണൗ സ്ഥിതൗ തത്ര താം ദേവീം വിശദപ്രഭാം. ഹരിണാപി ച തദ്ദൃഷ്ടം ദേവ്യാസ്തത്ര ചികീർഷിതം. മോഹിതൗ തൗ പരിജ്ഞായ ഭഗവാൻ കാര്യവിത്തമ. ഉവാച തൗ ഹസൻ ശ്ലക്ഷ്ണം മേഘഗംഭീരയാ ഗിരാ
വരം വരയതാം വീരൗ യുവയോർയോഭിവാഞ്ഛിത ദദാമി പരമപ്രീതോ യുദ്ധേന യുവയോ കില ദാനവാ ബഹവോ ദൃഷ്ടാ യുധ്യമാനാ മയാ പുരാ യുവയോ സദൃശഃ കോപി ന ദൃഷ്ടോ ന ച വൈ ശ്രുതാ തസ്മാത് തുഷ്ടോസ്മി കാമം വൈ നിസ്തുലേന ബലേന ച ഭ്രാത്രോശ്ച വാഞ്ഛിതം കാമം പ്രയച്ഛാമി മഹാബലൗ തച്ഛ്രുത്വാ വചനം വിഷ്ണോ സാഭിമാനൗ സ്മരാതുരൗ വീക്ഷമാണൗ മഹാമായാം ജഗദാനന്ദകാരിണിം തമൂചതുശ്ച കാമാർത്തൗ വിഷ്ണും കമലലോചനൗ ഹരേ ന യാചകാവാം ത്വം കി ദാതുമിഹേച്ഛസി ദദാവതുഭ്യം ദേവേശ ദാതാരൗ നൗ ന യാചകൗ പ്രാർത്ഥയ ത്വം ഹൃഷീകേശ മനോഭിലഷിതം വരം തുഷ്ടൗ സ്വസ്തവ യുദ്ധേന വാസുദേവാദ്ഭുതേന ച തയോസ്തദ്വചനം ശ്രുത്വാ പ്രത്യുവാച ജനാർദ്ദന ഭവേതാമദ്യ മേ തുഷ്ടൗ മമ വധ്യാവുഭാവപി. ശ്രീ ജഗദംബികായൈ നമഃ. സർവത്ര ദേവീ നാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. സർവത്ര ദേവീ നാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. ശ്രീമദ് ദേവി ഭാഗവതം അതിൻ്റെ ഭാഷാഗാനം 9-ാമത്തെ അധ്യായത്തിൽ 58-ാമത്തെ ശ്ലോകം മുതൽ 72 കൂടിയുള്ള ശ്ലോകങ്ങളാണ് ഇന്ന് നതോന്നതാവൃത്തത്തിൽ തർജ്ജമയായി വഞ്ചിപ്പാട്ടിൻ്റെ ഈണത്തിൽ പാടി അമ്മയുടെ പാദാരവിന്ദങ്ങളിൽ സമർപ്പിക്കുന്നത്. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. അടുത്തു വന്ന നേരത്തു വിഷ്ണു ആഞ്ഞു ഇടിച്ചല്ലോ, അസുരരും വിഷ്ണുവിനെ ആഞ്ഞടിച്ചല്ലോ. അതിഗംഭീരമായുള്ള യുദ്ധത്തിങ്കൽ അസുരർക്കു തളർച്ചയില്ലാതെ വന്ന നേരം വിഷ്ണുവോ ദേവിയുടെ നേർക്കു നോക്കി അതിദയനീയമായി ദേവൻ തൻ്റെ ദുഃഖത്തെ ദേവിയും കണ്ടല്ലോ. തുടുത്തതാം കണ്ണുകളാൽ അസുരരെ നോക്കി ദേവി കാമബാണസമം ദേവി പ്രഹരിച്ചല്ലോ. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. പുഞ്ചിരിയും പ്രേമവും നിറഞ്ഞ ദേവി തൻ്റെ മുഖം പാർത്തു പാപികളോ മോഹവിവശരായി. കടാക്ഷത്താൽ കാമാതുരരായി മാറി ഇരുവരും കാമിനി ദേവിയെ നോക്കി നിശ്ചലരായി. ദേവിയുടെ സങ്കൽപ്പത്തെ അറിഞ്ഞതാം വിഷ്ണുവപ്പോൾ ദൈത്യർ മോഹവിവശരായി എന്നും അറിഞ്ഞു. ചിരിച്ചല്ലോ വിഷ്ണു പിന്നെ മേഘനാദത്തോടെ ചൊല്ലി,
വീരന്മാരെ നിങ്ങൾക്കെന്തു വരങ്ങൾ വേണം? അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്ര ഭഗവതി, അമ്മേ ശരണം. നിങ്ങളോടുള്ളതാം യുദ്ധം എനിക്കേറെ സന്തോഷമായി. അനേകം ദാനവരെ ഞാൻ യുദ്ധത്തിൽ കണ്ടു. എന്നാൽ നിങ്ങൾക്കു സമരായി ആരെയും ഞാൻ കണ്ടതില്ല. അതുല്യമമ്പലം കണ്ടു സന്തുഷ്ടൻ ഞാനും. സോദരരാം വീരന്മാരെ ഇഷ്ടവരം നൽകിടാം ഞാൻ. സാദരമി വിഷ്ണുവാണി കേട്ട നേരത്ത് ജഗദാനന്ദകാരിണി മഹാമായയെ നോക്കിയിട്ടു ജനാർദ്ദനനോടായവർ ഏവം പറഞ്ഞു. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്ര ഭഗവതി, അമ്മേ ശരണം. ഞങ്ങൾ യാചകന്മാരല്ല, ഞങ്ങൾക്കു നീ നൽകിയിടുവാൻ ആഗ്രഹിക്കുന്നതു ഞങ്ങൾ തിരിച്ചു നൽകാം. ഋഷികേശ മനസ്സിനു ഇഷ്ടപ്പെട്ട വരമെന്തോ ചോദിക്കുക, നിന്റെ വീര്യം അദ്ഭുതാവഹം. എന്നിൽ സന്തോഷിച്ച നിങ്ങൾ എനിക്കു വധ്യരാകണം എന്ന വരം ചോദിക്കുന്നു. ഹരി പറഞ്ഞു, എന്നിൽ സന്തോഷിച്ച നിങ്ങൾ എനിക്കു വധ്യരാകണം എന്ന വരം ചോദിക്കുന്നു. ഹരി പറഞ്ഞു. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. ദേവി ശരണം, ലക്ഷ്മി ശരണം, ഭദ്രേ ശരണം, വാണി ശരണം, കാളി ശരണം, ഭദ്രകാളി ശരണം. സർവത്ര ദേവീനാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. ദേവി നിന്നുടെ ലീലകൾ പലവിധം പാടുന്ന ദിവ്യാമൃതം. ദേവി ഭാഗവതം പുരാണതിലകം ശ്രീവ്യാസസാരസ്വതം. ദേവി വാഴുക എൻ്റെ നാവിലനിശം, വാക്കായി സുഗീതങ്ങളായി. ദേവി നിന്നുടെ പാദപത്മമതിലായി വീഴുന്നു മൂകാംബികേ. ശ്രീ ജഗദംബികായേ നമഃ. അമ്മയെ അറിയാൻ എന്ന ദേവീ ഭാഗവത ജ്ഞാനയജ്ഞം, ഈ അക്ഷരോപാസന ഇന്ന് 60 ദിവസങ്ങൾ പൂർത്തിയാവുകയാണ്. നേരത്തെ ദേവീ ഭാഗവതം പ്രഥമസ്കന്ധത്തിൽ 9-ാമത്തെ അധ്യായത്തിൽ 58-ാമത്തെ ശ്ലോകം മുതൽ 72 കൂടിയുള്ള ശ്ലോകങ്ങൾ നമ്മൾ പാരായണം ചെയ്തു. ഭാഷാഗാനമായി വഞ്ചിപ്പാട്ടിൻ്റെ ഇണത്തിൽ പാടി സമർപ്പിക്കുകയും ചെയ്തു. ഇവിടെ അതിനെ പ്രഭാഷണ രൂപത്തിൽ വിചിന്തനം ചെയ്യുമ്പോൾ സൂതൻ്റെ വാക്കുകളാണ്. അവിടെ നേരത്തെ നമ്മൾ കേട്ടത് ആ വിഷ്ണുവും മധുകൈടഭന്മാരും തമ്മിലുള്ള യുദ്ധത്തെക്കുറിച്ചാണ്. ഈ സമയത്ത് മഹാപരാക്രമികളായിട്ടുള്ള ആ 2 പേര് യുദ്ധം ചെയ്യാൻ വിഷ്ണുവിൻ്റെ അടുത്തേക്ക് വരുന്നു. വീക്ഷ്യ വിഷ്ണുർ ജഘാനാശു മുഷ്ടിനാത്ഭുതകർമ്മണ താവപ്യതി ബലോന്മത്തോ ജഘ്നതുർ മുഷ്ടിനാഹരി. അടുത്തു വന്നപ്പോൾ തന്നെ വിഷ്ണു എന്ത് ചെയ്തു? തൻ്റെ മുഷ്ടി ചുരുട്ടി അവരെ അത്യത്ഭുതകരമായി മുഷ്ടിനാത്ഭുതകർമ്മണ
ഒരൊറ്റ ഇടിയും കൂടി ഇടിച്ചു. അവരും മുഷ്ടി ചുരുട്ടിക്കൊണ്ട് തിരിച്ച് വിഷ്ണുവിനെ ഇടിച്ചു. ഏവം പരസ്പരം ജാതം യുദ്ധം പരമദാരുണം യുദ്ധ്യമാനോ മഹാവീര്യോ ദൃഷ്ട്വാ നാരായണസ്തദാ. അങ്ങനെ അതിഭയങ്കരമായ പരമദാരുണം യുദ്ധം ജാതം, അതിഭയങ്കരമായ പോര് നടന്നു. പരാക്രമശാലികളായിട്ടുള്ള അവര് ഒട്ടും തളർച്ചയില്ലാതെ നിൽക്കണ കണ്ടപ്പോ നാരായണൻ സാക്ഷാൽ വിഷ്ണു അപശ്യൽ സമ്മുഖം ദേവ്യ കൃത്വാദീനാം ദൃശം ഹരി തം വീക്ഷ്യ താദൃശം വിഷ്ണും കരുണാരസ സംയുതം. ദേവിയുടെ നേർക്ക് ആകാശത്തിൽ മിന്നിത്തിളങ്ങുന്ന ആ ദേവിയെ ഒന്നിങ്ങനെ നോക്കി. അത് കണ്ടപ്പോ ദേവിയോ വിഷ്ണു വലിയ സംഘട്ടനത്തെ തുടർന്ന് വലിയ സങ്കടത്തിലായിരിക്കുകയാണ് എന്ന് ദേവിക്കും മനസ്സിലായി ആ നോട്ടം കൊണ്ട് തന്നെ. ജഹാസാതീവ താമ്രാക്ഷി വീക്ഷമാണ തദാസുരോ തൗ ജഘാന കടാക്ഷൈശ്ച കാമബാണൈ ഇവാപരൈ. തൻ്റെ ആ തുടുത്ത കണ്ണുകൾ കൊണ്ട് താമ്രാക്ഷി അസുരന്മാരെ ഒന്ന് നോക്കി ദേവി മന്ദഹസിച്ചു. ജഹാസാതീവ താമ്രാക്ഷി തൗ ജഘാന കടാക്ഷൈശ്ച. കാമബാണ തുല്യമായിരിക്കുന്ന തൻ്റെ കടാക്ഷം കൊണ്ട് ദേവി അവരെ പ്രഹരിക്കുകയും ചെയ്തു. വിഷ്ണു മുഷ്ടി കൊണ്ടിടിച്ചപ്പോൾ ഇവിടെ മുഷ്ടി കൊണ്ടല്ല, തൻ്റെ നോട്ടം കൊണ്ട്, ഈക്ഷയ ഒരൊറ്റ നോട്ടം കൊണ്ട് കടാക്ഷമാകുന്ന ബാണങ്ങളെ അവരുടെ നേർക്ക് പ്രഹരിച്ചു. മന്ദസ്മിതയുതൈ കാമം പ്രേമഭാവായുതൈരനു ദൃഷ്ട്വാ മുമുഹതു പാപൗ ദേവ്യാ വക്രം വിലോകയൻ. മന്ദസ്മിതം അതോടൊപ്പം പ്രേമഭാവം രണ്ടും കൂടി ചേർന്നപ്പോ ആ ദേവിയുടെ മുഖം കണ്ടപ്പോ ആ രണ്ടുപേർക്കും പാപവും, രണ്ടുപേര് പാപികളായ രണ്ടുപേരും വല്ലാതെ മോഹവശരായി തീർന്നു. ദൃഷ്ട്വാ മുമുഹതു, അവര് മോഹിച്ചുപോയി ദേവിയിൽ. വിശേഷമിതി മന്വാനൗ കാമബാണാദിപീഡിതൗ വീക്ഷമാണൗ സ്ഥിതൗ തത്ര താം ദേവീം വിശദപ്രഭാം. അവർക്ക് ആ കടാക്ഷം, ദേവിയുടെ നോട്ടം വലിയ വിശേഷമായിട്ടുള്ളതായിട്ട് തോന്നി. അതുകൊണ്ട് തന്നെ അവർ കാമപീഡിതരായി തീർന്നു. തേജോമയായ ദേവിയെ നോക്കി അവര് അനക്കമില്ലാതെ നിശ്ചേഷ്ടരായി നിന്നുപോയി. ഭഗവാനോ ഹരിണാപിച്ച തദ്ദൃഷ്ടം ദേവ്യാസ്തത്ര ചികീർഷിതം മോഹിതൗ തൗ പരിജ്ഞായ ഭഗവാൻ കാര്യവിത്തമ. അവര് മോഹവിവശരായി മാറി എന്ന് മനസ്സിലായപ്പോ കാര്യവിത്തമഹ, കർത്തവ്യോന്മുഖനായ വിഷ്ണു, അവർ രണ്ടുപേരും ഇത്തരത്തിൽ ദേവിയുടെ കടാക്ഷത്തിൽ മനസ്സ് തകർന്നു നിൽക്കുകയാണ്. ദേവി ചെയ്യാൻ ആഗ്രഹിക്കുന്നത് എന്താണ് എന്ന് വിഷ്ണുവിന് മനസ്സിലായി. അതുകൊണ്ട് ഉവാച തൗ ഹസൻ ശ്ലക്ഷ്ണം മേഘഗംഭീരയാ ഗിര വരം വരയതാം വീരൗ യുവയോർയോഭിവാഞ്ഛിത. വിഷ്ണു എന്തു പറഞ്ഞു? ഹേ വീരന്മാരെ. എങ്ങനെ പറഞ്ഞത്? ചിരിച്ചും കൊണ്ട് ഉറച്ച ശബ്ദത്തിൽ, ഇടിമുഴക്കം പോലെയുള്ള ശബ്ദത്തിൽ, നിങ്ങളെ രണ്ടുപേരും ഇഷ്ടമുള്ള വരം വരയതാം, വീരന്മാരെ നിങ്ങൾ ഇഷ്ടമുള്ള വരം എന്നിൽ നിന്ന് വാങ്ങിക്കോളൂ. ദദാമി പരമപ്രീതോ, ഞാൻ വളരെ സന്തോഷത്തോടുകൂടി നിങ്ങൾക്കത് തരാം. പരമപ്രീതോ യുദ്ധേന വിയോക്കില. യുദ്ധം ചെയ്തപ്പോൾ തന്നെ എനിക്ക് വലിയ സന്തോഷമായി. കാരണം എന്നോട് യുദ്ധം ചെയ്തിട്ടുള്ള അനേകം ദാനവന്മാര്, ദാനവാ ബഹവോ ദൃഷ്ട, ഞാൻ കണ്ടിട്ടുണ്ട്. യുദ്ധമാനാമയാപുര, ഞാൻ യുദ്ധം ചെയ്ത സമയത്ത്. പക്ഷേ യുവയോ സദൃശക്കോപി, നിങ്ങളെപ്പോലെ നിങ്ങൾക്ക് തുല്യരായിട്ടുള്ള ഒരാളെയും ഞാൻ കണ്ടിട്ടില്ല എന്ന് മാത്രമല്ല, ഞാൻ കേട്ടിട്ടുമില്ല. ന ദൃഷ്ടോ ന ച വൈശ്രുത തസ്മാൽ തുഷ്ടോസ്മി. അതുകൊണ്ടാണ് എനിക്ക് ഏറ്റവും വലിയ സന്തോഷം. അതുകൊണ്ട് ഞാൻ സന്തുഷ്ടനാണ്. കാമം വൈ നിസ്തുലേന ബലേന ച, നിങ്ങളുടെ അതുലമായ ആ നിസ്തുലമായിരിക്കുന്ന ബലം അറിഞ്ഞതുകൊണ്ട് എനിക്ക് വലിയ സന്തോഷമായി. നിങ്ങൾക്ക് എന്താണ് വരം വേണ്ടത് ചോദിക്കൂ, തരാം. ഭ്രാത്രോശ്ച വാഞ്ഛിതം കാമം പ്രയച്ഛാമി മഹാബലൗ തച്ഛുത്വാ വചനം വിഷ്ണു
സാഭിമാനൗ സ്മരാതുരൗ. മഹാവീരന്മാരെ, സഹോദരന്മാരായ നിങ്ങൾക്ക് രണ്ടുപേർക്കും എന്താണോ ഇഷ്ടം ആ കാമം എന്നെ അറിയിക്കൂ, ഞാനത് തരാം. വിഷ്ണു അങ്ങനെ പറഞ്ഞപ്പോൾ തശ്രുത്വാ വചനം വിഷ്ണു, വിഷ്ണുവിൻ്റെ വാക്കുകൾ കേട്ടപ്പോൾ സാഭിമാനവും സ്മരാതുരവും, അഭിമാനികളും കാമാതുരരുമായിരിക്കുന്ന അവർ പറഞ്ഞു വിഷ്ണുവിനോട്, വീക്ഷമാണോ മഹാമായാം ജഗദാനന്ദകാരിണിം തമൂചതുശ്ച കാമാർത്തോ വിഷ്ണും കമലലോചനവും. ജഗദാനന്ദകാരിണിം മഹാമായാം, ആ മഹാമായയെ കണ്ടിട്ട് നോക്കിയിട്ട് കാമാർത്തരായി അവര് കമലലോചനായിരിക്കുന്ന വിഷ്ണുവിനോട് ഇങ്ങനെ പറഞ്ഞു എന്നാണ്. ഹരേ നയാചകാവാം ത്വം കിം ദാതുമിഹേക്ഷസി ദദാവതുഭ്യം ദേവേശ ദാതാരൗ നൗ നയാചകൗ. ഞങ്ങളാരാണ്? ഞങ്ങൾ യാചകന്മാരല്ല, ഞങ്ങൾ എല്ലാവർക്കും കൊടുക്കുന്ന ആളുകളാണ്. നീ എന്താണോ ഞങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് തരാമെന്ന് വിചാരിക്കുന്നത് അത് നിനക്ക് ഞങ്ങൾ തരാം. ഞങ്ങൾ ദാതാക്കളാണ്, ഞങ്ങൾ യാചകന്മാരല്ല. നിനക്ക് എന്തു വേണമെങ്കിലും ഞങ്ങളോട് ചോദിക്കൂ എന്ന് തിരിച്ച് ഈ മധുവും കൈടഭനും വിഷ്ണുവിനോട് പറയുന്നു. പ്രാർത്ഥയത്വം ഹൃഷീകേശ മനോഭിലഷിതം വരം തുഷ്ടൗ സ്വസ്തവ യുദ്ധേന വാസുദേവോദ്ഭുതേന ച. ഋഷികേശ വിളിക്കുകയാണ്, മനസ്സിന് ഇഷ്ടപ്പെട്ട വരം എന്താണോ, ഇന്ദ്രിയങ്ങളുടെ ആ ഈശ്വരനാണ് ഋഷികേശൻ. അപ്പം ഇഷ്ടപ്പെട്ട വരം എന്താണോ അത് ചോദിച്ചോളൂ. നിന്റെ യുദ്ധത്തിലും നിന്റെ ഈ അത്ഭുതാകരമായിരിക്കുന്ന യുദ്ധത്തിലും ഞങ്ങളും സന്തോഷിച്ചു. ഹേ വാസുദേവ, തുഷ്ടവും സ്വസ്ഥവായുദ്ധേന, നിന്റെ യുദ്ധത്തിൽ ഞങ്ങളും സന്തോഷിക്കുന്നു. അപ്പം ഇഷ്ടമുള്ളത് ചോദിക്കൂ. തയോസ്തദ്വചനം ശ്രുത്വാ പ്രത്യുവാച ജനാർദ്ദന ഭവേതാമദ്യമേ തുഷ്ടൗ മമ വധ്യാവുഭാവപി. ഇത് പറ്റിയ സമയമാണെന്ന് മനസ്സിലായി വിഷ്ണുവിന്. മഹാമായ അവരെ മോഹിപ്പിച്ച ഈ സമയത്ത് അവരെ ഇല്ലാതെയാക്കാനുള്ള വരം എന്താണ്? ഭഗവാൻ പറഞ്ഞു, എന്നിൽ സന്തോഷിച്ചു നിങ്ങൾ എങ്കിൽ നിങ്ങൾ രണ്ടുപേരും എന്നാൽ കൊല്ലപ്പെടണം, നിങ്ങൾ എനിക്ക് വധ്യരായിത്തീരണം എന്ന് വിഷ്ണു പറയുന്നു. ആ 72ാമത്തെ ശ്ലോകത്തോടുകൂടി നമ്മൾ ഇന്ന് അമ്മയുടെ പാദങ്ങളിൽ സമർപ്പിക്കുകയാണ്. സർവത്ര ദേവീനാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മീ നാരായണ, ഭദ്രേ നാരായണ. ശ്രീ ജഗദംബികായൈ നമ. ആരതിയൊഴിയുന്നു, ആരതിയൊഴിയുന്നു, അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. ആരതിയൊഴിയുന്നു, അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. ദേവി ഭാഗവതം പുണ്യം ഭഗവതി തന്റെ കഥ. ദേവി ഭാഗവതം പുണ്യം ഭഗവതി തന്റെ കഥ. ദേവന്മാരും കീർത്തിച്ചിടും അമ്മേ നിൻ ലീല. ഭദ്രേ അത്ഭുതമാം ലീല. ആരതിയൊഴിയുന്നു, അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. കഥനമൊഴിഞ്ഞിടാൻ അമ്മേ വദനം കാണേണം.
സദയം നിന്നുടെ രൂപം ഞങ്ങൾ ആരതിയൊഴിയുന്നു. ലക്ഷ്മി ആരാധിക്കുന്നു. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. കൂപ്പിയ കൈകൾ പോൽ എരിയും കർപ്പൂരം പതിയേ. കൂപ്പിയ കൈകൾ പോൽ എരിയും കർപ്പൂരം തനിയേ. കാക്കുക നീയൻ ജീവിത നൗകയെ കരുണാസാഗരമേ. ദേവി ആരതിയൊഴിയുന്നു. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. കലിയുഗകാലത്തിൽ അമ്മേ കണ്ണീർ മാഞ്ഞിടാൻ. കലിയുഗകാലത്തിൽ അമ്മേ കണ്ണീർ മാഞ്ഞിടാൻ. കരുണാമൃതവർഷിണിയാം ദേവി കാൽക്കൽ വീഴുന്നു. ഞങ്ങൾ കാലിണ കഴുകുന്നു. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. ജയ ജഗദീശ്വരിയേ ദേവി, ജയ ജഗദീശ്വരിയേ. ജയ ജയ ഭാർഗവി മാധവി ഭദ്രേ, ജയ ജഗദീശ്വരിയേ. അമ്മേ ജയ ജഗദീശ്വരിയേ. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തു യദ്ഭവേൽ തത്സർവം ക്ഷമ്യതാം ദേവി നാരായണി നമോസ്തുതേ. വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ. മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം മഹേശ്വരി യൽപൂജിതം മയാ ദേവി പരിപൂർണം തദസ്തുതേ. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ന്യായേന മാർഗേണ മഹിം മഹീഷാ. ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുജനാഃ ഭവന്തു. ലോകാഃ സമസ്താഃ ത്വൽഭക്തിരതാ ഭവന്തു. സർവേ ഭവന്തു സുഖിനഃ. സർവേ സന്തു നിരാമയാ. സർവേ ഭദ്രാണി പശ്യന്തു. മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവേൽ. അസതോ മാ സദ്ഗമയ, തമസോ മാ ജ്യോതിർഗമയ, മൃത്യോർമാ അമൃതം ഗമയ. ഓം ശാന്തി ശാന്തി ശാന്തി. സ്വസ്ത്യസ്തു തേ കുശലമസ്തു ചിരായുരസ്തു. ഗോത്രാഭിവൃദ്ധി ധനധാന്യ സമൃദ്ധിരസ്തു. ഐശ്വര്യമസ്തു ബലമസ്തു രിപുക്ഷയോസ്തു. വംശേ സദൈവ ഭവതാം ഹരിഭക്തിരസ്തു. സർവത്ര ദേവീനാമ സങ്കീർത്തനം
ശ്രീമഹാദേവ്യൈ നമഃ.